എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 7 ഒക്ടോബർ തിങ്കളാഴ്ച. വളരെ നെഗറ്റീവായൊരു ആഴ്ചയായിരുന്നു കടന്നുപോയത്. അതിനുശേഷം നമ്മൾ ഈ ആഴ്ച റിസൾട്ട് സീസണിലേക്ക് കടക്കുകയാണ്. 2024 Q2 റിസൾട്ട്സ് ഈ ആഴ്ചയാണ് വരാൻ തുടങ്ങുന്നത്. 10 ഒക്ടോബർ അതായത് ആദ്യത്തെ ദിവസം തന്നെ വരുന്ന റിസൾട്ടുകളായ TCS, ടാറ്റ എലക്സി, IREDA, GM ബ്രൂവറീസ്, ഹാത്വേ, ഭവാനി, കേബ്ലറ്റ് ആൻഡ് ഡാറ്റാകോം, ഇൻഫോമീഡിയ പ്രസ് എന്നിവയുടെ നമ്മുടെ ഈ സീസൺ ആരംഭിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ ഉയർന്നു നിൽക്കുന്ന ടെൻഷൻസ് കാരണം ഇക്വിറ്റി ഇൻഡിസസ് 2 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മോശമായ വീക്ക്ലി ലോസാണ് കാഴ്ചവെച്ചത്. നിഫ്റ്റിയും സെൻസെക്സും 4% കഴിഞ്ഞ ആഴ്ച വീഴുകയുണ്ടായി. ഇറാൻ ഇഷ്യൂ, അതിൽ ഇറാനുള്ള റഷ്യയുടെ സപ്പോർട്ട് എന്നിവയാണ് പ്രധാനമായി മാർക്കറ്റിൻ്റെ ഫോളിന് കാരണമായത്. ഇനി ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഡാറ്റ നോക്കുമ്പോൾ ഓവർസീസ് ഇൻവെസ്റ്റേഴ്സ് നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 9,896.95 കോടിക്ക് സെല്ല് ചെയ്തു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 8,905 രൂപയ്ക്ക് വാങ്ങുകയാണ് വെള്ളിയാഴ്ച ചെയ്തത്. ഇന്ന് ന്യൂസിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരാഴ്ചയിൽ പ്രധാനമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ബാങ്കുകളുടെ ബിസിനസ് ഡാറ്റയാണ്. ലാസ്റ്റ് ക്വാർട്ടറിൻ്റെ ഡാറ്റയാണ്. ഈ ഡാറ്റയെ ചുറ്റിപ്പറ്റി തന്നെ ബാങ്കുകളിൽ നല്ല ഫ്ലക്ച്വേഷൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ബിസിനസ് ഡാറ്റയായിട്ട് വന്നിട്ടുള്ള ബാങ്കുകൾ ഇപ്പോൾ പ്രധാനമായി ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക്, ബന്ധൻ ബാങ്ക്, RBL ബാങ്ക്, IDBI ബാങ്ക് എന്നിവയാണ്. ഇതിലെല്ലാ ബാങ്കുകളുടെയും ഡെപ്പോസിറ്റ്സും ലോണും പൊതുവെ ഗ്രോത്താണ് കാണിക്കുന്നത്. ലോണുകൾ, ഡെപ്പോസിറ്റുകൾ നന്നായിട്ട് കൂടിയതായിട്ടും കാണാം. അതേസമയം കാസ റേഷ്യോയിലും മാർജിനിലും ഉള്ള വ്യത്യാസങ്ങൾ ഓരോ ബാങ്കിൻ്റെയും ഇന്നത്തെ പെർഫോമൻസിനെ ബാധിച്ചേക്കാം. അടുത്തത് BSE ആണ്. BSE 3 പുതിയ ഇൻഡിസസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. BSE പവർ ആൻഡ് എനർജി, BSE സെൻസെക്സ് 65 ആൻഡ് BSE സെൻസെക്സ് 60. ഇത് 3 പുതിയ ഇൻഡിസസ് BSE ലോഞ്ച് ചെയ്തത്. ഇതിൽ BSE പവർ ആൻഡ് എനർജി തീമാറ്റിക് ഇൻഡെക്സ് ആണ്. അതിൽ ടോപ്പ് 30 പവർ കമ്പനികളുടെ, അതായത് BSE 500 ഉള്ള 30 പവർ കമ്പനികളുടെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ഈ BSE പവർ ആൻഡ് എനർജി മൂവ് ചെയ്യുക. ബാങ്കുകൾ കൂടാതെ ടൈറ്റാനും പ്രൊഫഷണൽ ബിസിനസ് അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. കമ്പനി 25% ഇയർ ഓൺ ഇയർ സ്റ്റാൻഡ് ലോൺ ഗ്രോത്ത് കാഴ്ചവെച്ചിട്ടുണ്ട്. പുതിയ 75 സ്റ്റോറുകൾ തുറക്കുകയും കാരറ്റ് ലൈൻ എന്നവരുടെ ബിസിനസ് 28% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് കൈവരിക്കുകയും ചെയ്തു. അതുകൂടാതെ ജ്വല്ലറി സെഗ്മെൻറ്റ് 26% ഇയർ ഓൺ ഇയർ ഗ്രോത്ത്, വാച്ചസ് ആൻഡ് വെയറബിൾസ് 20% ഗ്രോത്ത്, ഐ കെയർ സെഗ്മെൻറ്റ് 6% ഗ്രോത്ത് കാഴ്ചവെക്കുകയും ചെയ്തു. അടുത്തത് ജിയോ ഫിനാൻസ് സർവീസസ് ആണ്. ജിയോ ഫിനാൻസ് സർവീസസ് ബ്ലാക്ക് റോക്ക് എന്ന കമ്പനിയുമായിട്ട് ചേർന്ന് മ്യൂച്വൽ ഫണ്ട് സെയിൽസിൽ കോ സ്പോൺസേഴ്സായിട്ട് മാറാൻ സെബിയുടെ നോഡ് കിട്ടിയിട്ടുണ്ട്. അടുത്തത് L&T ഫിനാൻസ് ആണ്. L&T ഫിനാൻസിൻ്റെ റീറ്റെയിൽ ഡിസ്ബേഴ്സ്മെൻറ്റ്സ് 12% ഉയരുകയും 15,070 എത്തുകയും ചെയ്തു. ലോൺ ബുക്ക് 28% ഗ്രോത്ത് കണ്ടു. ഗോദ്രേജ് പ്രോപ്പർട്ടീസിൻ്റെ ബിസിനസ് അപ്ഡേറ്റ് നോക്കുമ്പോൾ കമ്പനി 3% ഇയർ ഓൺ ഇയർ ബുക്കിംഗ് വാല്യൂലുള്ള ഇൻക്രീസ് കാണുകയുണ്ടായി. കളക്ഷൻസ് 68% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആവുകയും ചെയ്തു. ടോട്ടൽ 4,000 കോടിയുടെ കളക്ഷൻസാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. അടുത്തത് അദാനി എനർജി സൊല്യൂഷൻസിൻ്റെ ന്യൂസാണ്. അദാനി എനർജി സൊല്യൂഷൻസ് ഒരു ഫുള്ളി ഓൺഡ് സബ്സിഡറി, അതിൻ്റെ പേര് അദാനി എനർജി സൊല്യൂഷൻസ് ഗ്ലോബൽ എന്ന പേരിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്മിഷൻ പ്രൊജക്റ്റുകൾക്കുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റി, പ്രധാനമായിട്ട് ഇന്ത്യക്ക് പുറത്തുള്ള ട്രാൻസ്മിഷൻ പ്രൊജക്റ്റുകളിലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനി നോക്കുന്നത്. അടുത്ത ഗ്രാവിറ്റ ഇന്ത്യ ആണ്. ഗ്രാവിറ്റ ഇന്ത്യ 1000 കോടി മൾട്ടിപ്പിൾ ഇൻസ്ട്രുമെൻറ്റ്സ് വഴി 1000 കോടി റൈസ് ചെയ്യാനുള്ള ബോർഡ് അപ്രൂവൽ ആയിട്ടുണ്ട്. അടുത്തത് സീഗൽ ഇന്ത്യ ആണ്. സീഗൽ ഇന്ത്യക്ക് 243 കോടിയുടെ ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് ലഭിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ് ഗവൺമെൻറ്റിന് വേണ്ടി കാൺപൂർ ബസ് ടെർമിനൽ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് ലഭിച്ചിട്ടുള്ളത്. 143 കോടിയുടെ ഓർഡറാണ്. അടുത്ത ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അപ്പോളോ ടയേഴ്സിൽ ഉള്ള അവരുടെ ഷെയർ 5.03% ആക്കി ഉയർത്തിയതായിട്ട് നമുക്ക് കാണാം. 4.98% നിന്നും 5.03% അതായത് 0.05% കമ്പനി ഷെയർ ഹോൾഡിംഗ് ഉയർത്തിയത്. അത് JSW സ്റ്റീലാണ്. JSW സ്റ്റീൽ 4.5 MTPA ബ്ലാസ്റ്റ് ഫർണസ് വിജയനഗർ പ്ലാന്റിൽ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് ഇതുവരെയുള്ള പ്രധാനപ്പെട്ട ന്യൂസുകൾ, സ്റ്റോക്കുകളുടെ ന്യൂസുകൾ. അടുത്ത ഇൻ്റർനാഷണൽ ന്യൂസ് നോക്കുമ്പോൾ നമുക്ക് കാണാം ഏഷ്യ പസഫിക് റീജിയനിലെ സ്റ്റോക്കുകൾ പോസിറ്റീവ് റേഞ്ചിലേക്കാണ് പോകുന്നത്. കാരണം ജോബ്സ് ഡാറ്റയിൽ നിന്ന് വരുന്ന വിവരപ്രകാരം ഇൻഫ്ലേഷൻ റേറ്റ്സ് സോഫ്റ്റ് ലാൻഡിങ്ങിലേക്ക് പോകും എന്നാണ് US റീഇൻഫോഴ്സ് ചെയ്തിട്ടുള്ളത്. ജപ്പാൻ ബെഞ്ച് മാർക്കായ നിക്കേ 225 2.29% ഹയർ ആയിരുന്നു. 862 പോയിൻറ്റ് ഹയർ ആയിരുന്നു. 38,732 അതേസമയം ഓസ്ട്രേലിയയുടെ S&P ASX 200 7 പോയിൻറ്റ്, അതായത് 0.09% ഹയർ ആയിരുന്നു.
ട്രേഡേഴ്സ് ഇന്ന് പ്രധാനമായും മിഡിൽ ഈസ്റ്റ് ടെൻഷൻ അവർ ഇസ്രായേൽ റിറ്റാലിറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതായിരിക്കും നോക്കുന്നത്. നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുമ്പോൾ അതും പോസിറ്റീവാണെന്ന് കാണാം. വലിയ പോസിറ്റീവല്ല, ചെറിയൊരു പോസിറ്റീവാണ് ഗിഫ്റ്റ് നിഫ്റ്റിയും കാണിക്കുന്നത്. അതുകൊണ്ട് ഒരു ചെറിയ പോസിറ്റീവായ ഓപ്പണിംഗ് നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ അതിന് ശേഷമുള്ള മാർക്കറ്റിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു.